ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ എങ്ങനെ കരിമീൻ നന്നാക്കാം എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ദിസ് ഇസ് ധന്യ സോണി ആൻഡ് വെൽക്കം ടു അവർ ധന്യാസ് വേൾഡ്. അപ്പം ഞാനിവിടെ കുറച്ച് കരിമീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ കരിമീൻ ഞാൻ കത്രിക ഉപയോഗിച്ചിട്ട് രണ്ട് സൈഡിലുള്ള മുള്ളും ഇതുപോലെ പതിയെ വെട്ടിക്കൊടുക്കുന്നുണ്ട്. കത്രിക ഉപയോഗിച്ചിട്ടാണ് ഞാൻ എല്ലാ മീനും ക്ലീൻ ചെയ്യാറ്. എല്ലാ മീനിൻ്റെ മുള്ളും ഇതുപോലെ നമുക്ക് കത്രിക ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ കരിമീൻ്റെ ഒരു സൈഡിലുള്ള മുള്ളൊക്കെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മറ്റേ സൈഡിലുള്ള മുള്ളും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. എല്ലാ മീനും ഇതുപോലെ രണ്ട് സൈഡും ഇതിലത്തെ മുള്ളും നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം. കരിമീൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ഇത് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇനി ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ അവർക്കത് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയാണ്. അപ്പോൾ കരിമീൻ്റെ വാലിൻ്റെ അറ്റമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം കേട്ടോ. ചിലവരെ വാലൊക്കെ നിർത്തും. ഞാൻ വാലും തലയൊക്കെ കട്ട് ചെയ്ത് കളയാറുണ്ട്. അതുപോലെ കണ്ണിൻ്റെ ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയാറുണ്ട്. എല്ലാ മീനും കളയാറുണ്ട്. കണ്ണ് കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അത് കട്ട് ചെയ്ത് കളയേണ്ട കാര്യമൊന്നുമില്ല. തലഭാഗം ഇതുപോലെ കത്രിക ഉപയോഗിച്ചിട്ട് പതിയെ അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റിയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണൊക്കെ നിർത്തുന്നവർക്ക് അത് നിർത്തിയിട്ട് ക്ലീൻ ചെയ്താൽ മതി. ഞാനിപ്പോൾ കണ്ണും തലയൊക്കെ കളയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നത്. അതിന് ശേഷം നമുക്കതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി മീനിൻ്റെ സൈഡ് ഭാഗം കട്ട് ചെയ്യാണ്ട് അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ആക്കണമെങ്കിൽ നമ്മൾ ആ തലഭാഗം കട്ട് ചെയ്ത ഭാഗത്ത് വെച്ചിട്ട് കൈ കൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള കുടലും മറ്റ് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വലിച്ച് നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ സൈഡ് കട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ സൈഡ് കട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ കത്രിക ഉപയോഗിച്ചിട്ടാണ് നീക്കുന്നത്. ഞാൻ ക്യാമറ ഓഫ് ആക്കണം എന്നുള്ളത് കൊണ്ടാണ് കത്രിക ഉപയോഗിച്ചിട്ട് ചെയ്യണത്. നമുക്ക് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കുടലും മറ്റു കാര്യങ്ങളൊക്കെ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. മീനിൻ്റെ ഉള്ളിലുള്ള കുടലും മറ്റു കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാം കൈകൊണ്ട് എടുത്ത് മാറ്റി വളരെ ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ആ മീൻ മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ നമ്മുടെ മറ്റു മീനും നമുക്കിതുപോലെ കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ കല്യാണത്തിന് മുമ്പൊന്നും ഇതുപോലെ മീൻ ഒരെണ്ണം പോലും ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ. ഒരു മീനും ക്ലീൻ ചെയ്തിട്ടില്ല. കല്യാണമൊക്കെ ഉറപ്പിച്ചതിന് ശേഷം അപ്പച്ചൻ മീൻ വാങ്ങിച്ചു കൊണ്ടുവന്നപ്പോൾ ഞാൻ മീൻ എടുത്തു. മീൻ നന്നാക്കി പഠിക്കേണ്ടതെന്ന് വെച്ചെടുത്തപ്പോൾ അപ്പോഴും അപ്പച്ചൻ സമ്മതിച്ചില്ല. ഇനിയിപ്പോൾ നന്നാക്കണ്ടാകുമ്പോൾ ആളപ്പോൾ സമ്മതിച്ചില്ല. അതിന് ശേഷം ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷമാണ്, സോണിയേട്ടൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഫസ്റ്റ് ടൈം ഞാൻ മീൻ വാങ്ങിച്ച് മീൻ നന്നാക്കുന്നത് തന്നെ. അപ്പോൾ നമുക്കൊരു കാര്യം അറിയില്ല എന്ന് വെച്ചിട്ട് നമ്മളത് ചെയ്യാണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇതുപോലെ നമുക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം തന്നെയാണ് ഇപ്പോൾ കരിമീൻ നന്നാക്കുന്നത്. പക്ഷേ എനിക്ക് വളരെ ഈസി ആയിട്ട് തോന്നി. ഇത് വളരെ ഈസി ആയിട്ട് നന്നാക്കാൻ പറ്റണ ഒന്ന് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ നമ്മുടെ ഫ്രണ്ട്സുകളുമായിട്ട് ഇനി ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്താട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു മീനും കൂടി ഇതുപോലെ പറഞ്ഞ പോലെ തന്നെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ മീനൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു ന്യൂസ് പേപ്പർ വിരിച്ചിടും. കാര്യം ഞാൻ മുറ്റത്തിരുന്നിട്ടല്ല നമ്മൾ ക്ലീൻ ആക്കാറ്. നമ്മൾ വീടിൻ്റെ അകത്തോ കിച്ചണിലോ ഇരുന്നിട്ടാണ് മീൻ ക്ലീൻ ആക്കാറ്. അപ്പോൾ ഇതിൻ്റെ ചെതമ്പലൊന്നും തെറിച്ച് അവിടെയൊക്കെ കിടന്നു കഴിഞ്ഞാൽ അതിൽ ഉറുമ്പൊക്കെ വന്നെന്നറിയല്ലോ. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഒരു ന്യൂസ് പേപ്പർ ഞാൻ വിരിച്ചിടാറുണ്ട്. അപ്പോൾ അതിലേക്കാണ് ക്ലീൻ ചെയ്യുമ്പോൾ ഒക്കെ വീഴത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഉറുമ്പിൻ്റെ ശല്യമൊക്കെ മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനൊരു ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ പാത്രം വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ വാങ്ങിച്ചു വെച്ചിട്ടുള്ള എല്ലാ മീനും ഇതുപോലെ തന്നെ മുള്ളൊക്കെ വെട്ടിക്കളഞ്ഞ് ഉള്ളിലത്തെ കുടലും മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമുക്കതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്കിതിൽ വേണമെങ്കിൽ നല്ല മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ ഇതിൻ്റെ ചെതമ്പലും നമുക്ക് ഇതുപോലെ ചെത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അധികം ആഴത്തിൽ ചെത്തരുത്. അപ്പോൾ അതിൻ്റെ മാംസമൊക്കെ പോരും. ഈ ആ ചെതമ്പലിൻ്റെയും ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ടാവും. ആ ഷെയ്ഡും കൂടി മാത്രമാണ് ചെത്തിയെടുക്കാൻ പാടുള്ളൂ. നല്ല മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ നമുക്കിതിങ്ങനെ പിടിച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാം. ഇതുപോലെ ഒരു പാത്രത്തിൽ വെച്ച് ചെയ്യരുത് കേട്ടോ. നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു കട്ടിംഗ് പാഡിൽ വെച്ചിട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാൻ സാധിക്കും. ഇതാണ് ഒരു മെത്തേഡ്. ഇനി കണ്ടില്ലേ, ഇതുപോലെ വളരെ നൈസായിട്ട് നമുക്ക് ചെത്തിയെടുക്കാൻ പറ്റണമെങ്കിൽ അതുപോലെ ചെത്തിയെടുക്കാം. പിന്നെയുള്ള രണ്ട് മീൻ ഞാൻ വേറെ തരത്തിലാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ മീൻ രണ്ടും അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ പുളി ഉണ്ടല്ലോ, ഈ ഒരു പുളിയുടെ കുറച്ച് പീസ് ആ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. 15 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആ മീനൊക്കെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീൻ മുങ്ങി കിടക്കാവുന്ന അത്രയും വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ട് 15 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പുളിയൊക്കെ നമ്മൾ കൈകൊണ്ട് അലിയാവുന്ന പാകത്തിന് ഒന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്തതിന് ശേഷം എടുത്തിട്ട് അതിൻ്റെ ചെതമ്പലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. നമുക്ക് ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് മീൻ എടുത്തിട്ട് അതിൻ്റെ ചെതമ്പലിൻ്റെ ഭാഗം ഒന്ന് ഫസ്റ്റ് ക്ലീൻ ചെയ്യാം.
അപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു കത്തി ഉപയോഗിച്ചിട്ട് അതിൻ്റെ ചെതമ്പൽ ഇതുപോലെ ഒന്ന് കളഞ്ഞു കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ ചെതമ്പലൊക്കെ പോയി കിട്ടും. അങ്ങനെ ചെതമ്പലൊക്കെ പോയി കഴിയുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡ് നമുക്ക് കാണാൻ സാധിക്കും. ബ്ലാക്ക് ഷെയ്ഡ് കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി അത് കളഞ്ഞ് നല്ല വൈറ്റ് നിറത്തിൽ കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞ ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഇതാണ് കേട്ടോ. ഇപ്പോൾ ചെതമ്പലൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഞാൻ കാരണം ബ്ലാക്ക് ഷെയ്ഡിന് നമുക്ക് കളഞ്ഞെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി വീണ്ടും ഞാൻ ആ പുളി ഉള്ള വെള്ളത്തിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിലോട്ട് ഞാൻ കുറച്ച് ചൊറുക്കയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വിനാഗിരിയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അത് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. 5 മിനിറ്റ് വെച്ചതിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ആ ഒരു കാണുന്ന ബ്ലാക്ക് കളറുള്ള ആ ഒരു ഷെയ്ഡ് ഇതുപോലെ വളരെ ഈസി ആയിട്ട് പോയി കിട്ടും. പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ആകെ കൂടി ആ 15 മിനിറ്റ് നേരം വെള്ളത്തിൽ ഇട്ടുന്ന ആ ഒരു സമയം മാത്രമാണ് നമുക്ക് പോകുന്നതുള്ളൂ. ബാക്കി വളരെ ഈസി ആയിട്ട് ഇതുപോലെ നമുക്ക് എല്ലാ മീനും ക്ലീൻ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡിലുള്ള ആ ബ്ലാക്ക് നിറത്തിലുള്ള ഷെയ്ഡ് ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് കളഞ്ഞെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ജോയിൻ ബട്ടൺ എനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ മീനും ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ആ ചെതമ്പൽ ചെത്തിയില്ലായിരുന്നു, സ്കിന്ന് ചെത്തി ആ മീനും കൂടി ഞാൻ ആ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയും കൂടി മറ്റ് സ്കിന്നൊക്കെ കളഞ്ഞ് ഞാനിവിടെ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കരിമീൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുത്തു. കാര്യം അത്ര ഈസി ആയിട്ട് തന്നെ എനിക്ക് തോന്നി. ഇനി എല്ലാം കളഞ്ഞതിന് ശേഷം നല്ല വെള്ളത്തിൽ ഇതുപോലെ 2-3 പ്രാവശ്യം ഒന്ന് കഴുകി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ കരിമീൻ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും. ഇതിന് ശേഷം നമുക്ക് മീൻ ഫ്രൈ ചെയ്യാനോ അല്ലെങ്കിൽ പൊള്ളിക്കാനോ അതുപോലെ വളരെ ടേസ്റ്റായിട്ട് ഇപ്പോൾ ഉള്ള ഒരു ഡിഷാണ് ഫിഷ് നിർവാണ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ വളരെയധികം ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ് ഫിഷ് നിർവാണ. ഏത് മീൻ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. നിങ്ങളും ഒരു തവണയെങ്കിലും ഫിഷ് നിർവാണ നമ്മുടെ വീട്ടിലെ സാധാരണക്കാരൻ്റെ അടുക്കളയിൽ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാനും വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിക്കോളൂ. ഞാൻ നമ്മുടെ ഒരു കരിമീൻ ഉപയോഗിച്ചിട്ട് ഒരു ഫിഷ് നിർവാണ തയ്യാറാക്കിയിരുന്നു. എനിക്ക് വളരെ ഈസിയാണ്, അതുപോലെ വളരെ ടേസ്റ്റാണ്. ആ ടേസ്റ്റ് കാരണം കൊണ്ടാണ് ഇത്രയും ഷെയർ ചെയ്യുന്നത്. കുറച്ച് നാളികേരപ്പാലുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഏത് മീൻ ഉപയോഗിച്ചും നമുക്ക് ഫിഷ് നിർവാണ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും തന്നെ തീർച്ചയായിട്ടും ഫിഷ് നിർവാണ തയ്യാറാക്കിക്കോളൂ. അതുപോലെ തന്നെ ഞാൻ നമ്മുടെ കരിമീൻ ഉപയോഗിച്ച് കരിമീൻ പൊള്ളിച്ചതും തയ്യാറാക്കിയിരുന്നു. വാഴയിലയിൽ നമ്മുടെ ഏത് വിഭവം തയ്യാറാക്കിയാലും വളരെ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റു വീണ്ടും വരും. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഫിഷ് നിർവാണയും അതുപോലെ വാഴയിൽ മീൻ പൊള്ളിച്ചതും തയ്യാറാക്കിയെടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റു വീഡിയോ വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.